ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു ട്രിപ്പ് പോയാലോ? നേരെ നമുക്ക് ലണ്ടൻ പിടിക്കാം. ഇന്ന് നമ്മൾ ലണ്ടൻ ട്രിപ്പ് പോകുന്നത് ട്രെയിനിനാണ്. ഞങ്ങളുടെ വെതറൊക്കെ ഒത്തിരി ഫേവറബിൾ ആയിരുന്നു ഇന്നും. ഇതാ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനൊക്കെ കണ്ടില്ലേ? നമ്മൾ ലണ്ടൻ പോകുമ്പം എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഓൺ കാറിൽ പോയാൽ നമുക്ക് അവിടെ കൺജഷൻ ഫീസ് ഉണ്ട്. അതുമാത്രമല്ല നമ്മുടെ കാർ എമിറ്റ് ചെയ്യുന്ന എനർജി ആൻഡ് ദ പോപ്പുലേഷൻ വിൽ ബി ടു മച്ച്. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഞാനിവിടെ കുറച്ച് ട്രെയിൻ സ്റ്റേഷൻസും പഴയ ബിൽഡിങ്സും ഒക്കെ ഈ വീഡിയോയ്ക്കകത്ത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ മെയിൻലി നമുക്ക് ബിൽഡിങ്സ് ആയിരിക്കും ഫോക്കസ്, ബിക്കോസ് ഓൾ ദ ബിൽഡിങ്സ് ഹാവ് ദെയർ ഓൺ ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണേ. സോ ദെയർ വി ഗോ. നമ്മൾ നേരെ ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ ഹാംഷയറിൽ നിന്ന് നേരെ വാട്ടർലോന്ന് ട്രെയിൻ പിടിച്ചു. എൻ്റെയോടൊപ്പം എൻ്റെ പേരൻസ് ഉണ്ടായിരുന്നു, ഡാഡി, മമ്മി, പിന്നെ എൻ്റെ സിസ്റ്റർ അമ്പിളി ഉണ്ടായിരുന്നു ആൻഡ് ഹെർ ഫാമിലി. ഇതാ നമ്മൾ ലണ്ടൻ വാട്ടർലൂ ട്രെയിൻ സ്റ്റേഷനിലെത്തി കേട്ടോ. ഇത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ബിസിയസ്റ്റ് ട്രെയിൻ സ്റ്റേഷനാണ്. ഇവിടെ നമ്മൾ ട്യൂബ് ട്രെയിൻ പിടിച്ചിട്ടാണ് നേരെ ലണ്ടൻ ബ്രിഡ്ജിലോട്ട് പോകുന്നത്. ഞങ്ങൾ ട്യൂബ് ലൈനൊക്കെ എക്സാക്ട്ലി കണ്ടുപിടിച്ച് നേരെ ട്യൂബ് ട്രെയിൻ പിടിച്ച് ഇവിടെ നിന്ന് യാത്ര തിരിച്ചു നേരെ ലണ്ടൻ ബ്രിഡ്ജിലോട്ട്. നമ്മൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ, ലണ്ടൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ദർ ആർ ടു ബ്രിഡ്ജസ്. ലണ്ടൻ ടവർ എന്നും പറയും, ലണ്ടൻ ബ്രിഡ്ജ് എന്നും പറയുന്നു. രണ്ടും രണ്ട് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏൻഷ്യൻറ്റ് ഹിസ്റ്റോറിക് വൺ കാണണമെങ്കിൽ എയിം ഫോർ ദ ടവർ, അതായത് ലണ്ടൻ ടവറിന് ഉള്ള ലാൻഡ്മാർക്സ് നോക്കിയിട്ട് വേണം പോകാൻ. ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ലണ്ടൻ ബ്രിഡ്ജിലോട്ടാണ്. സോ ദിസ് ബ്രിഡ്ജ് വാസ് ഇറക്റ്റഡ് ഇൻ 1850. And this bridge is surrounded by river Thames. Of course, the whole London city is surrounded by the river Thames. So ആ റിവറിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതാ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിലെത്തി. ഇവിടുന്ന് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ ലണ്ടൻ ടവർ ബ്രിഡ്ജ് കാണാൻ പറ്റും. സോ ഞങ്ങൾ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്തിട്ട് നേരെ അപ്പുറത്തോട്ട് പതുക്കെ നടക്കാൻ പോവാണ്. ഇറ്റ് വാസ് വെരി നൈസ് വാക്കിംഗ് ഇൻ ദ സിറ്റി. ഞങ്ങളെല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. ലുക്ക് അറ്റ് മൈ മമ്മി ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ദിസ് ഇസ് റിവർ താംസ്. ഓക്കെ, ഞങ്ങൾ അവിടെ നിന്ന് ചെറിയൊരു കാപ്പിയൊക്കെ കുടിച്ച് നേരെ വീണ്ടും ലണ്ടൻ സിറ്റിയിലോട്ട് തന്നെ വാക്ക് ചെയ്തു. ഞാനിങ്ങനെ നടക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു, ലല്ലലമ്പാടി നടക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു. ഇവിടുത്തെ സിറ്റി പോലീസ് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലയോ കുട്ടിയെ, കുട്ടിയുടെ മൊബൈലും ഫോണൊക്കെ സൂക്ഷിച്ചോണം, ഇല്ലെങ്കിൽ പിക്ക് പോക്കറ്റിംഗ് വളരെ കോമൺ ആണ് ലണ്ടൻ സിറ്റിയിൽ. സോ ബി കെയർഫുൾ, എല്ലാവരും സൂക്ഷിച്ചോണം. ഞങ്ങൾ അവിടെ നിന്ന് ടൂറിസ്റ്റ് ബസ് ക്യാച്ച് ചെയ്ത് നേരെ പ്രോപ്പർ സിറ്റി എല്ലാം കാണാൻ പോവുകയാണ്. മെയിനായിട്ട് പറയാനുള്ളത് ഇത് ട്രഫാൽഗർ സ്ക്വയറാണ്. ബിഗ് ബെൻ ഉണ്ട്. ബിഗ് ബെൻ എന്ന് പറയുന്ന ഒരു ക്ലോക്കാണേ. അതിൻ്റെ ഒരു ക്ലോക്കിൻ്റെ നിക് നെയിമാണ് ബിഗ് ബെൻ എന്ന് പറയുന്നത്. ഇതിന് എലിസബത്ത് ടവർ എന്നും പറയും. ആഫ്റ്റർ 2012 നമ്മുടെ ഡയമണ്ട് ജൂബിലി കഴിഞ്ഞിട്ട്, അതായത് ക്വീൻ എലിസബത്ത് സെക്കൻഡിൻ്റെ 60 years ഓഫ് റെയിൻ കഴിഞ്ഞിട്ട് ഈ ടവറിന് എലിസബത്ത് ടവർ എന്നും പറയും കേട്ടോ. ഓക്കെ, ഇവിടുന്ന് ഇതൊക്കെ ഹൗസസ് ഓഫ് കോമണും ഹൗസസ് ഓഫ് ലോർഡ്സും ആണ്. അതിന് ടുഗെദർ ദേ ആർ കോൾഡ് ആസ് ഹൗസസ് ഓഫ് പാർലമെൻറ്റ്. പിന്നെ ഇവിടെ വെസ്റ്റ്മിൻസ്റ്റർ അബേ ഉണ്ട്. വെസ്റ്റ്മിൻസ്റ്റർ അബേ എന്ന് പറയുന്ന ഒരു ആംഗ്ലിക്കൻ ചേർച്ചാണ്. അവിടെ നല്ല ക്വയസ് ഉണ്ടെന്ന് കേട്ടു. നമ്മൾ ലണ്ടൻ ടവറിലെത്തി കേട്ടോ. ഇവിടെ ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഈ ബ്രിഡ്ജ് ഇപ്പോൾ ഓപ്പൺ ആണ്. ഞാനിപ്പോൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്ന് നോക്കിക്കേ, ദേവിക, അത് ബ്രിഡ്ജ് ഇപ്പോൾ ഓപ്പൺ ആണ്. ഇപ്പം ഒരു കുഞ്ഞു ബോട്ട് പോകാൻ വേണ്ടിയിട്ട് അത് ഓപ്പൺ ആക്കിയേക്കുവാണ്. അത് കുറച്ച് കഴിയുമ്പം അത് പോയതിന് ശേഷം അതങ്ങ് ക്ലോസ് ആകും. ഇതാണ് ഈ ബ്രിഡ്ജിൻ്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇവാൻകുട്ടൻ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണേ. ഓ ദേർ വി ഗോ, പീസ്. ഓക്കെ, ഇവിടുന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഡാഡി മമ്മി വാസ് വെരി ഹാപ്പി, ബിക്കോസ് ഡാഡി മമ്മി ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല ഫോർ സം റീസൺ. പക്ഷേ ദിസ് ടൈം വി മെയ്ഡ് ഇറ്റ് ആൻഡ് ദേ വർ വെരി ഹാപ്പി. പിന്നെ എനിക്ക് അമ്പിളിക്കുട്ടി കുറച്ച് സ്റ്റെപ്സൊക്കെ പറഞ്ഞു തന്നു. ഇഫ് യു ചെക്ക് ഔട്ട് മൈ ചാനൽ യു വിൽ സീ ദീസ് ഡാൻസ് കൊറിയോഗ്രാഫി.
ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ വീണ്ടും നെക്സ്റ്റ് ബസ് പിടിച്ച് അഗെയിൻ ദ ട്രിപ്പ് കണ്ടിന്യൂഡ്. ഇത് ലണ്ടനായി. ഞങ്ങൾക്ക് ലണ്ടൻ ഐയിൽ കയറാൻ പറ്റിയില്ല ബിക്കോസ് വി ഡിൻ ഹാവ് ടൈം. ഞങ്ങൾ ഓർത്തു ഓക്കെ വിൽ ഗോ വിത്ത് ബസ് ട്രിപ്പ് അറൗണ്ട് ദ സിറ്റി. സോ ഞങ്ങൾ ആ ട്രിപ്പ് റിയലി എൻജോയ് ചെയ്തു കേട്ടോ. കുറേ ബിൽഡിങ്സും പിന്നെ അവിടുത്തെ ട്രാഫിക്കൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ഇച്ചിരി ബിസിയാണ്. ആസ് ഐ സെഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്, യുനോ ടു റെഡ്യൂസ് ദ പോപ്പുലേഷനല്ല പൊല്യൂഷൻ, സോറി. ഇത് റിവർ തേംസ് ആണ്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ബിൽഡിങ്സ് ആണ്. ഇതേ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇവിടെ ഹോയിസ്റ്റ് ചെയ്തപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇതുപോലെ തന്നെ വേറെ കൺട്രീസിൻ്റെ ഫ്ലാഗ്സ് അവർ ഹോയിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മറ്റുള്ള കൺട്രീസിനോടുള്ള റെസ്പെക്റ്റാണ് ഇത് കാണിക്കുന്നത്. സോ ഐ വാസ് വെരി ഹാപ്പി. ഇത് വെസ്റ്റ്മിൻസ്റ്റർ ചാപ്പലാണേ. ഇവിടെ കുറേ കൗൺസിൽ ഹൗസസും അതിൻ്റേതായിട്ടുള്ള അവർക്കിടയായിട്ടുള്ള സ്പെഷ്യാലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. കൗൺസിൽ ഹൗസസ് എന്ന് മെയിനായിട്ട് ഞാൻ പറയാൻ കാരണം ഇവർക്കൊക്കെ സെയിം കളേഴ്സ് ആയിരിക്കും അവരുടെ ഹൗസ് പെയിൻറ്റിങ്സിനൊക്കെ. അതായത് ഒരു സൈഡ് മുഴുവൻ ഒറ്റ കളറായിരിക്കും. അതായിരുന്നു പണ്ടത്തെ നിയമം. അവർ സെയിം കളേഴ്സ് തന്നെ പെയിൻറ്റ് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ വേറൊരു നിയമം കൂടെ ഉണ്ട്. അതായത് ഇവിടുത്തെ കൗൺസിൽ ടാക്സ് ഒക്കെ അവർ പേ ചെയ്യുന്നത് പണ്ട്, ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ, പണ്ടത്തെ കാര്യം പറയുന്നത്. കൗൺസിൽ ടാക്സ് ഒക്കെ അവർ പേ ചെയ്യുന്നത് ദ കൗൺസിൽ ടാക്സ് വാസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് വിൻഡോസ് ദേ യൂസ് ടു ഹാവ്. സോ അതായത് ഒരു ബിൽഡിങ്ങിൽ എത്ര വിൻഡോസ് ഉണ്ടോ ആ വിൻഡോസിനനുസരിച്ചാണ് അവർ കൗൺസിൽ ടാക്സ് പേ ചെയ്യേണ്ടത്. സോ ഇഫ് ദ വിൻഡോസ് ആർ മോർ യു ഹാവ് ടു പേ മോർ കൗൺസിൽ ടാക്സ്. ആ നിയമമൊക്കെ ഇപ്പോഴില്ല കേട്ടോ, അതൊക്കെ ഇൻവാലിഡായി. സോ ഇവിടുത്തെ ഈ ബിൽഡിംഗ് നോക്കിയാൽ കാണാം അവരുടെ വിൻഡോസൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട് ബിക്കോസ് അവർക്ക് കൗൺസിൽ ടാക്സ് കൂടുതലായിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഫ്ലാഗ്സ് ഹോയിസ്റ്റ് ചെയ്ത് കാണാം. ഞങ്ങളുടെ ട്രിപ്പ് ഒത്തിരി രസമായിരുന്നു കേട്ടോ. ഒരു 2.5 hours ഞങ്ങൾ ലണ്ടൻ സിറ്റി ചുറ്റും കണ്ടു. ഇതുപോലത്തെ കുറേ പ്രഷ്യസ് ആയിട്ടുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കണ്ടു, ഇൻക്ലൂഡിങ് ബക്കിംഗ്ഹാം പാലസ് കണ്ടു. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് ലണ്ടൻ വാട്ടർലൂ സ്റ്റേഷനിലെത്തി ഹാംഷയറിലോട്ട് തിരിച്ച് പോകാൻ പോകുകയാണ്. ഇറ്റ് വാസ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 6 PM ഇൻ ദ ഈവനിങ്. നമ്മുടെ ഈ വാങ്കോട്ടിൻ്റെ കാര്യമല്ലേ, ഇതേ നോക്കിക്കേ, എവിടെ പെറ്റിനെ കണ്ടാലും അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവർക്ക് ഇച്ചിരി ഫുഡൊക്കെ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ദേ അവൻ പഠിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ഫുഡ് കൊടുക്കണം, നേരെ പിടിച്ചു കൊടുക്കണം എന്നായിരിക്കും പറയുന്നത്. ദേ പിടിച്ചോ. That's it done. Hope you all have enjoyed my video. Thanks for watching. You all take care. Bye now.